നമ്മുടെ മമ്മൂട്ടി ഇപ്പോൾ എയറിലാണ്. ഒരു പാവത്തിനെ ഒരു വർഗീയവാദിയായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. പല മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തിനെ എടുത്തിരിക്കുന്ന ഒരു രീതി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഒരു ചർച്ചയ്ക്ക് നമ്മളും തയ്യാറാകുന്നത്. പ്രധാനമായും പുഴു എന്നൊരു സിനിമ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെയാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാന വിഷയം. സത്യത്തിൽ ഞാൻ പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത്, ഈ കിടന്ന് ഗീർവാണം അടിക്കുന്നവർ പലരും ഈ പുഴു എന്ന സിനിമ കണ്ടോ, ഇതിലെന്താണ് യഥാർത്ഥത്തിൽ ഇതിലുള്ള വിവാദ വിഷയം എന്നുള്ളതൊക്കെ പലർക്കും അറിയില്ലായിരിക്കും. ഞാനും സത്യത്തിൽ പുഴു എന്ന സിനിമ കുറച്ച് മണിക്കൂറുകൾ മുൻപ് വരെ കണ്ടില്ല. ഈ വിവാദം ആയതിനു ശേഷം ഇരുന്ന് കണ്ടു നോക്കി. വളരെ ഷോർട്ടായിട്ട് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഈ സിനിമയിലെ ഇതിവൃത്തം ഒരു ബ്രാഹ്മണനായിട്ടുള്ള മമ്മൂട്ടിയാണ് നായകൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു വില്ലൻ പരിവേഷമുള്ള ഒരാളാണ് ഈ സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ പെങ്ങൾ കീഴ്ജാതിക്കാരൻ, ഈ നമ്മൾ കൽപ്പിച്ച് നൽകിയിരിക്കുന്ന വാക്കുപയോഗിക്കാൻ പാടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വ്യക്തിയുമായി കല്യാണം കഴിക്കുന്നു. അദ്ദേഹം ഒരു നാടകക്കാരനാണ്. അത്തരത്തിൽ ഉയർന്ന ജാതി ചിന്തകൾ അല്ലെങ്കിൽ പൊതുബോധം ഒക്കെ വെച്ച് പുലർത്തുന്ന ആളാണ്. അത് സഹിക്കാൻ കഴിയുന്നില്ല. മമ്മൂട്ടി എന്നൊരു വ്യക്തിയുടെ ജാതീയ ബോധങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഒന്നിച്ചാണ്ട് ഫ്ലാറ്റിൽ നിൽക്കുന്നത്. വളരെ ആകസ്മികമായിട്ട് ഇവരുടെ കുടുംബം, അതായത് ഈ പെങ്ങളുടെയും ഭർത്താവിൻ്റെയും കുടുംബം അവിടേക്ക് താമസം മാറുന്നു. അതിനെ ചൊല്ലി ഉണ്ടാകുന്ന പല തർക്കങ്ങൾ വളരെ അവിചാരിതമായിട്ട് സഹിക്കാൻ കഴിയാത്തൊരു മൊമെന്റിൽ ഈ ഭർത്താവിനെയും പെങ്ങളെയും മമ്മൂട്ടി തന്നെ ഇല്ലാതെയാക്കുന്നു, അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്നു. അതെ, ആ ഒരു ക്യാരക്ടർ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ഒരു ഇതിവൃത്തം, പുഴു എന്ന സിനിമയുടെ ഇതിവൃത്തം. ഇനി ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇതിലുണ്ടായിരിക്കുന്ന വിവാദം കൂടെ എന്ന് പറയാം. അതായത് മമ്മൂട്ടി ഇതിന്റെ സംവിധായികയായ വ്യക്തിയെ എന്താണ് കൂടുതൽ ആഗ്രഹപ്രകാരം അല്ലെ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ തീവ്രമായ ഒരു ആഗ്രഹത്തിന് മുകളിലാണ് സംവിധായികയുടെ പേര്. അദ്ദേഹം എന്താണ് ഈ ഒരു സംവിധായികയെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നു എന്ന് ഈ സംവിധായികയുടെ ഭർത്താവ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു. മമ്മൂട്ടിയുടെ ആഗ്രഹപ്രകാരമാണ് ഈ സിനിമ വന്നത് എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. ഇതിനുശേഷം ഇത് മമ്മൂട്ടിയുടെ സവർണ സമൂഹത്തിനെതിരെയുള്ള തീക്ഷ്ണമായ വെറുപ്പാണ് ഈ സിനിമയ്ക്ക് കാരണം എന്നുള്ളതാണ് പലരുടെയും ആരോപണം. സത്യത്തിൽ എന്താണ് സംഭവം എന്നുള്ളത് ഈ ഒരു കാലഘട്ടം നോക്കിയപ്പോൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. അതായത് 2018 കേരളം ഞെട്ടിയ ഒരു കേസുണ്ട്, കെവിൻ വധക്കേസ് എന്ന് പറയും. ഈ സിനിമ ഇറങ്ങുന്നത് 2022-ലാണ്. 2021 ഇത് പൂർത്തിയാകുന്നുണ്ട്. അതിനർത്ഥം ഇത് 2020 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിലായിരിക്കാം. ഒരു പക്ഷേ 22-ലാണ് പുറത്തിറങ്ങുന്നത്. അപ്പൊ അതിനു മുൻപ് തന്നെ, അതായത് ഈ ചിന്തകൾ, ഈ ഒരു ആശയം ഉദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് 2018 ശേഷമാണ്. 2018 കേരളത്തിലെ എല്ലാവരെയും ഞെട്ടിച്ച, മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് കെവിൻ എന്ന ഒരു യുവാവിൻ്റെ ദുരഭിമാന കൊല. അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലേ, നീനു എന്നാണ് അല്ലേ പേര്. ആ കുട്ടി ഇപ്പോഴും ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലയ്ക്ക്. ഇതുപോലെ തന്നെ ഈ 2023 വരെയുള്ള കണക്ക് പരിശോധിച്ചപ്പോൾ ഏകദേശം 5ഓളം ദുരഭിമാന കൊലകളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നത്. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ 2018 കൊലയ്ക്ക് ശേഷം, ഇത് കോടതിയാണ് പറഞ്ഞത് ദുരഭിമാന കൊലയാണെന്ന്. കോടതി വിലയിരുത്തിയ ആദ്യ സംഭവമാണ് 2018 കേരളത്തിലെ കെവിന്റെ കൊലപാതകം ദുരഭിമാന കൊലയാണെന്നുള്ളത്. ഇതിനുശേഷം മമ്മൂട്ടി അതൊരു ദുരഭിമാന കൊലയായി തന്നെ ചിത്രീകരിക്കാൻ അത്തരത്തിലുള്ള ഒരു ആശയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ പൈസ മുടക്കി അത്തരത്തിലുള്ള ഒരു ചിന്ത എടുക്കുന്നെങ്കിൽ, കാരണം എന്താണ് ഒരു കലാകാരൻ? നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന എല്ലാ ഉച്ചനീചത്വങ്ങൾക്കെതിരെയും എല്ലാ പ്രശ്നങ്ങൾക്കെതിരെയും ഒക്കെ കലാകാരന്മാർ പൊരുതിയത് അവരുടെ കല എന്ന ആയുധം ഉപയോഗിച്ചാണ്. എഴുത്തുകാരാണെങ്കിൽ എഴുതിയാണ് അവരുടെ പ്രതിഷേധം അറിയിക്കുക, നാടകക്കാരാണെങ്കിൽ നാടകത്തിലൂടെയാണ് പ്രതിഷേധം അറിയിക്കുക, സാഹിത്യകാരന്മാരാണെങ്കിൽ സാഹിത്യത്തിലൂടെയാണ് പ്രതിഷേധം അറിയിക്കുക. എങ്ങനെയാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഉണ്ടായത്? ഓട്ടംതുള്ളൽ എങ്ങനെയാണ് ഉണ്ടായത്? അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിച്ചപ്പോൾ അത് ഓട്ടംതുള്ളൽ കലാരൂപമായി മാറി. ചുറ്റുപാടും കണ്ട തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായി തമാശപൂർവ്വം അയാൾ കുറച്ചുകൂടെ കഴിയുന്ന കുഞ്ചൻ നമ്പ്യാരെ പിടിച്ച് വർഗീയവാദിയാക്കുമായിരുന്നു. അതല്ല ജയശങ്കർ, ഇതിനു മുൻപ് പാഠം ഒന്നൊരു വിലാപം നമ്മുടെ എത്രയോ സിനിമകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ മതവിഭാഗങ്ങളും വിശുദ്ധൻ, അതില് ഒരു പുരോഹിതന്റെയും സിസ്റ്ററിന്റെയും അവിഹിതമാണ് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം അല്ലാതെ തന്നെ ഈ പാഠം എന്നൊരു വിലാപമുണ്ട്, നിർമാല്യം എന്ന സിനിമ, ഒരു പഴയ സിനിമയാണ്. ഈ വിഗ്രഹ ആരാധനയുമായി ബന്ധപ്പെട്ട് MD വാസുദേവൻ നായർ നല്ലൊരു വർഗീയവാദി ആകേണ്ട ഒരു സിനിമയാണ്. ഈ സമയത്താണെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് എയറിൽ കയറ്റിയാണ്. ഇത്രയും നമ്മുടെ ഒരു വലിയൊരു കലാകാരനാണ് MD വാസുദേവൻ നായർ, അദ്ദേഹത്തെ പിടിച്ചിപ്പോ അതിൽ കയറ്റിയാണ്. അതുപോലെ തന്നെ വേറെ ബിരിയാണി അല്ലെ, അത് മുസ്ലിം സമൂഹത്തിനെതിരെ നടക്കുന്ന ഒരു എന്താണ് സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ, ജാതി അധിക്ഷേപങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത്
ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ മമ്മൂട്ടി ഈ ഒരു കാര്യത്തിൽ വർഗീയതയിലേക്ക് വരിക? സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാന വിഷയം മമ്മൂട്ടിയുടെ മതം എന്താണെന്നുള്ളത് തന്നെയാണ്. അത് പറയാതിരിക്കാൻ സാധിക്കില്ല. അത് തന്നെയാണ് വിവാദങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ പറയുകയാണ്, എല്ലാ ജാതിയിലും എല്ലാ മതത്തിലുമുള്ള തിരുത്തപ്പെടേണ്ട കാര്യങ്ങളെ ഇതിനു മുൻപ് സിനിമ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, വളരെ വ്യക്തമായി ശക്തമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ആ സിനിമയുടെ ഇതിവൃത്തം മനസ്സിലാക്കാതെ ആ സിനിമയിലെ നടൻ ആരാണ്, അല്ലെങ്കിൽ ആ സിനിമയുടെ നടൻ്റെ ജാതി എന്താണ്, സംവിധായകയുടെ ജാതി എന്താണ് എന്നുള്ളതിൽ മാത്രമായി ചർച്ചകൾ വഴിത്തിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമല്ലേ? തീർച്ചയായും. ഇത് മാത്രവുമല്ല, ഇതിന്റെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ആക്ച്വലി നേരത്തെ ചർച്ച ചെയ്തതാണ്. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ മമ്മൂട്ടി ഒരല്പം മാറ്റി നിർത്തിയിട്ട് കുറച്ച് പേരെ എനിക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ മോഹൻലാൽ നമ്പർ 1 സംഖ്യയാണ് ഇപ്പോൾ. ഉണ്ണി മുകുന്ദൻ നല്ലൊരു സംഖ്യയാണ്. നമ്മുടെ പാവം ചിത്ര ചേച്ചി ഭയങ്കര സംഖ്യയാണ്. ശോഭന ഒരു എന്താണ് നമ്മുടെ കേരളത്തിന്റെ മുത്തായ ഒരു കലാകാരി. അദ്ദേഹം എങ്ങനെയാണ് ഇവരൊക്കെ സംഖ്യകളായി മാറിയത്? നമ്മുടെ ഈ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മൾ ഏറ്റവും അംഗീകരിക്കുന്ന നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഈ പറഞ്ഞ ഈ മതപരമായിട്ടുള്ള ആശയങ്ങളെ അനുവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ, അതിനിപ്പം എന്താണ് പ്രശ്നം? അതാണ് പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ അവരുടെ അമ്പലങ്ങളിൽ പോകുന്നു, അവരുടെ വിശ്വാസങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ചരട് കെട്ടിയാൽ അവരുടേതായിട്ടുള്ള ഒരു വിശ്വാസം അവർ പറഞ്ഞാൽ ഇതെങ്ങനെയാണ് സംഖ്യയാകുക? എങ്കിൽ പിന്നെ നമ്പർ 1 വർഗീയ ഇത്തരത്തിലുള്ള അവരെ സംഖ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർഗീയവാദി എന്നുള്ള വർഗീയവാദി എന്ന് പറയുന്നത് മതപരമായ കാഴ്ചപ്പാടിന്റെ വളരെ തീവ്രമായ ഒരു ഇതുള്ളവരെയാണ് സംഘപരിവാർ എന്നുള്ള ഒരു ഇതിലേക്ക് പെടുത്തുക, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ നിർവചിക്കുക. അത്തരത്തിലുള്ള വർഗീയവാദികളാണ് ഇത്തരത്തിൽ പൊട്ടു തൊട്ടത് കൊണ്ട് ഒരു കുറിയിട്ടത് കൊണ്ട് മോഹൻലാലോ ഒരു എന്താണ് ഒരു പടം ഇട്ടത് ചിത്രം അവരുടെ ദൈവങ്ങളുടെ ചിത്രം വെച്ചത് കൊണ്ട് ഉണ്ണി മുകുന്ദനോ അല്ലെങ്കിൽ ശോഭനയോ അല്ലെങ്കിൽ ചിത്ര ചേച്ചിയോ ഒക്കെ ഇതായി മാറുന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയും വർഗീയവാദിയായിട്ട് മാറില്ലേ? അല്ലേ? അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതാണ് അതിന്റെ ലേബിൾ ചെയ്യപ്പെടുന്നതിന്റെ അടിസ്ഥാന ഘടകം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മതാചാരങ്ങളെ കൃത്യമായി പാലിക്കുന്ന ഒരു നടനാണ്, ഒരു വ്യക്തിയാണ്. ഇതെങ്ങനെയാണ്? അതായത് ഇവിടെ സത്യത്തിൽ അനാവശ്യമായ മതം വിളമ്പി അത് ഏറ്റവും കൂടുതൽ അത് റൂട്ട് പോകുന്നത് RSS എന്ന സംഘപരിവാർ സംഘടനയുടെ എന്താണ് ഒരു നമ്മുടെ ദേശം ഭരിക്കുന്നത് രാഷ്ട്രീയമല്ല മതമായി മാറിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു 10 വർഷത്തിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയമല്ല, അത് ഭരിക്കുന്നത് മതമാണ്. RSS എന്ന സംഘടനയുടെ ഒരു രാഷ്ട്രീയ മുഖമാണല്ലോ. RSS എന്ന് പറയുന്നത് മതസംഘടനയാണ്, അതിന്റെ രാഷ്ട്രീയ മുഖമാണ് BJP എന്ന് പറയുന്നത്. ഹിന്ദുത്വ എന്ന ഒരു ആശയം പേറി നടക്കുന്ന ഒരു സംഘടനയാണ് RSS. അതിനല്ല പ്രശ്നം. അതായത് അതിനേക്കാൾ ഉപരി രാഷ്ട്രത്തിലേക്ക് മതത്തിനെ കൊണ്ടുവരികയും അവർ പാകിയ വിത്തുകൾ ഇന്ന് പ്രതിരോധം തീർക്കാൻ മറ്റ് മതസ്ഥർ അതിനെ പ്രതിരോധിക്കുമ്പോൾ അത് വലിയ വർഗീയ വേർതിരിവുകൾക്കും ഇവിടെ സംഘടനകൾക്കും എന്താണ് പരസ്പരമുള്ള ഇതിനൊക്കെ കാരണമാകുന്നു എന്നതല്ലേ പറയേണ്ടത്? സിനിമയിലടക്കം പ്രതിഫലിക്കുന്നു എന്നുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണിമുകുന്ദൻ അടക്കം നല്ല രീതിയിൽ ചെയ്യുന്ന സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടാനുള്ള കാരണം ആ സിനിമയുടെ ഇതിവൃത്തത്തിന് കുഴപ്പമല്ല. ഞാനടക്കം കണ്ടിട്ടുള്ള സിനിമകളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത്തരത്തിലുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഡീഗ്രേഡിങ് അവരുടെ മതവുമായിട്ട് ബന്ധപ്പെടുത്തി നടക്കുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുകയാണ്, വീണ്ടും പറയുകയാണ്, ഓർപ്പിക്കുകയാണ്, സിനിമ എന്നൊരു മാധ്യമം വളരെ ശക്തമായ രീതിയിൽ മനുഷ്യർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നൊരു മാധ്യമം തന്നെയാണ്. എല്ലാ കാലത്തും മഹത്തരമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാകുന്ന മഹത്തരമായിട്ടുള്ള നടന്മാരുള്ള ഒരു മേഖലയാണ് നമ്മുടെ കൊച്ചു കേരളം അല്ലെങ്കിൽ സിനിമ. അത്തരത്തിൽ സിനിമയ്ക്കായി കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സിനിമയുടെ ഇതിവൃത്തത്തെ വിമർശിക്കുക, അല്ലാതെ സിനിമയിൽ അഭിനയിക്കുന്ന നടൻ്റെ സംവിധായകയുടെ ഒക്കെ മതവും ജാതിയും പരിശോധിച്ചല്ല വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണല്ലേ? തീർച്ചയായും. എന്തായാലും മതം എന്നുള്ള അല്ലെങ്കിൽ വർഗീയ വേർതിരിവുകളൊക്കെ ഇല്ലാതാകുന്നൊരു നാളെ ഉണ്ടാകുമോ എന്നുള്ളതൊരു ഇതായി തന്നെ ഒരു ചോദ്യവും ഒരു സ്വപ്നവും തന്നെയാണ്. വളർന്നു വരുന്ന കുട്ടികൾ പോലും ഇത്തരം ചിന്താഗതികളിലൂടെയൊക്കെ ഒരു കലാകാരനെ പോലും നോക്കി നിന്റെ മതമേതാ എന്ന് ചോദിക്കുന്ന തരത്തിലൊക്കെ ഈ ചിന്താഗതി എത്തിയത് ഈ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ്. ദയവായി ഇത് കേരളം വളരെ സേഫായിരുന്നൊരു സ്ഥലത്തേക്ക് കൂടി ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ഇത് എന്തും സംഭവിക്കാമെന്ന തരത്തിലേക്ക് പോവുകയാണ്. എന്തായാലും നമ്മുടെ ചിന്തകൾ പഴയതുപോലെ ആകട്ടെ, പുതിയത് വേണ്ട എന്നുള്ള തരത്തിലേക്കൊക്കെ പറയാൻ തോന്നുന്നു. ഒരു പുനർചിന്തയ്ക്ക് എല്ലാ ആൾക്കാരും തയ്യാറാകുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. സത്യത്തിൽ പലരും എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നതെന്ന് പോലും അറിയാതെയാണ് പലരും വന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലെ, എന്തിവിടുത്തം എന്താണ്? ആരൊക്കെയോ വിചാരിക്കുന്നത് ഈ ഹിന്ദുക്കളെ എല്ലാവരെയും ചീത്ത വിളിച്ചെന്ന തരത്തിലാണ് വന്ന് പറയുന്നത്. ഒന്നുമല്ല, അവര് ഒരു ദുരഭിമാന കൊല ഒരു സിനിമയാക്കി, ഇതേ ഉള്ളൂ പുഴു.
അത്രയേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു ചിന്താഗതി സവർണന് അവർണനോടോ അല്ലെങ്കിൽ ഇതൊക്കെ നിലനിന്നിരുന്ന കാര്യമാണ്, ഇതിവിടെ ഇല്ലായിരുന്ന കാര്യമല്ല. ഇതിനൊക്കെതിരെ പോരാടി വീണ്ടും അത് നിലനിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മമ്മൂട്ടി എന്നൊരു നടൻ ഏറ്റെടുത്തു എന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്നതും ക്രിസ്ത്യൻ സമുദായത്തിലുണ്ടായിരുന്നതും ഒക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിലൊന്നുമില്ല. ഇത് പ്രൊപ്പഗാണ്ട എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നിന്നിരുന്ന കാര്യത്തിനെതിരെ വരുമ്പോൾ എങ്ങനെയാണ് അത് പ്രൊപ്പഗാണ്ടയാവുക, അല്ലേ? എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ അന്തസത്ത തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും.